ഹായ് അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മാ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് തൈര് വടയാണ്. ദഹി വട, ദഹി ബല്ല എന്നും പറയും. അപ്പം അതിന് നമുക്ക് ആദ്യം വേണ്ടത് വട ഉണ്ടാക്കലാണ്. ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് ഉഴുന്ന പരിപ്പ് 2 മണിക്കൂർ കുതിർത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഉഴുന്ന് മിക്സിൻ്റെ ജാറിലിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്. അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ അതേ അളവിൽ തന്നെ വെള്ളം ചേർക്കണം, അല്ലെങ്കിൽ ലൂസായി പോകും. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം, 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1 പച്ചമുളക് ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വടയുണ്ടാക്കിയെടുക്കാം. വട ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റവ് ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം ഇതുപോലെ വെള്ളത്തിൽ മുക്കിയിട്ടായിരിക്കണം മാവ് എടുക്കാൻ, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും, ചുട്ടെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഓരോന്നോരോന്ന് മറിച്ചിടാം. ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഈ ഒരു കളറാകുമ്പോൾ വേണം കോരി മാറ്റാൻ വേണ്ടി. ഇതൊരു പ്ലേറ്റിൽ മാറ്റാം. ഇനി ഒരു പാത്രത്തിൽ പച്ചവെള്ളം എടുത്ത് അതിലേക്ക് ഈ ഉണ്ടാക്കി വെച്ച ഉഴുന്നുവട ഇട്ടിട്ട് 10 മിനിറ്റ് കുതിർത്തി വെക്കാം. ഒരു ബൗളിൽ 2 കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് 1/4 കപ്പ് വെള്ളം ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കാം. നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ മാറ്റി വെക്കാം. ചട്ടിനി ഉണ്ടാക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പുളി പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞെടുത്ത പുളിയിൽ 1/4 ടീസ്പൂണ് മുളക് പൊടി, 1/4 ടീസ്പൂണ് ഉപ്പ്, 1/4 ടീസ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒരു ഭാഗം മാറ്റി വെക്കാം. നേരത്തെ വെള്ളത്തിൽ കുതിർത്തി വെച്ച വട എടുത്ത് ഇതുപോലെ നല്ലപോലെ വെള്ളം പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് നിരത്തി വെക്കാം. പിന്നെ നേരത്തെ അടിച്ചു വെച്ച തൈര് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. കംപ്ലീറ്റ് വട മുങ്ങുന്ന വിധത്തിലായിരിക്കണം ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഓരോ വടൻ്റെ മേലെയായിട്ട് മല്ലിയില വെച്ച് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്. ഇനി ഇതിൻ്റെ മേലെ ചാട്ട് മസാല വിതറി കൊടുക്കാം. നമ്മളെ തൈര് വട റെഡിയായി. ദഹി വട റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.